പാകിസ്ഥാന്റെ അടിവേര് നോക്കി തന്നെയാണ് ഇന്ത്യ ആഞ്ഞടിച്ചിരിക്കുന്നത്. കൊടുക്കുന്നെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കണം, അല്ലാതെ ഇപ്പോ തീർക്കും എന്ന് പറയുകയല്ല. നമുക്കറിയാം, ഭാരതമായിട്ട് അങ്ങോട്ട് ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല. എന്നാൽ ഇങ്ങോട്ട് 3-4 വട്ടം പ്രകോപിപ്പിച്ചിട്ടും പലതവണ മിണ്ടാതിരുന്നിട്ടും ഒടുവിൽ കൊടുക്കാതിരിക്കാൻ തരമില്ല എന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇത്രമാത്രം കഠിനമായ ഒരു തിരിച്ചടിയിലേക്ക് ഭാരതം നീങ്ങിയത്. അനങ്ങാൻ കഴിയാത്ത വിധം പാകിസ്ഥാനെ വിറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സേന. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധം ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിധം ഇന്ത്യ തകർത്തു എന്ന് കേൾക്കുമ്പോൾ പാകിസ്ഥാന്റെ അടിവേരിളക്കി എന്ന് തന്നെ കൃത്യമായി പറയേണ്ടി വരും. പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയിലാണ് പാകിസ്ഥാന്റെ എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നഷ്ടമായത്. പഞ്ചാബ് പ്രവിശ്യയിൽ വെച്ചാണ് ഈ നിരീക്ഷണ ജെറ്റ് ഇന്ത്യൻ സേന തകർത്തത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇനി എന്താണ് ഈ സംവിധാനം എന്ന് പറയുന്നത്? രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ദീർഘദൂര റഡാർ നിരീക്ഷണം, വ്യോമ പ്രതിരോധത്തിന്റെ കമാൻഡിംഗ്, അതിന്റെ നിയന്ത്രണം, ഇതൊക്കെ സാധ്യമാക്കുന്ന പാകിസ്ഥാന്റെ ഒരു തരം വിമാനമാണിത്. ഇത്തരത്തിലുള്ള ഓരോ വിമാനത്തിന്റെ വിലകൾ കോടികളാണ്. പ്രത്യേക രീതിയിലുള്ള വളരെ ശക്തമായ റഡാർ സംവിധാനങ്ങൾ ഈ വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. കിലോമീറ്ററുകൾ അകലെ ആകാശത്തിലൂടെയും ഭൂമിയുടെ ഉപരിതലത്തിലൂടെയും ഒക്കെ അതിക്രമിച്ചു കയറലുകൾ ഉണ്ടായാൽ അത് കണ്ടെത്താനും അതിനെ ട്രാക്ക് ചെയ്യാനും ഈ റഡാറുകൾക്ക് സാധിക്കും. ഈ വിവരങ്ങൾ വളരെ നിമിഷങ്ങൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് കരയിലോ കടലിലോ വായുവിലോ ഉള്ള മറ്റു കേന്ദ്രങ്ങൾക്ക് കൈമാറുകയും അതിക്രമിച്ചു കയറലുകൾക്ക് എതിരെയുള്ള സൈനികമോ അല്ലാത്തതോ ആയ നടപടികൾ ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. ഇത്രയും സങ്കീർണമായ കാര്യങ്ങൾ നടക്കുന്നത് ഏതാനും സെക്കൻഡുകൾ കൊണ്ടായിരിക്കും. AWACS അങ്ങനെയാണ് ഈ സംവിധാനത്തിന്റെ പേര്. AI പോലുള്ള സാങ്കേതിക വിദ്യ നിറഞ്ഞു നിൽക്കുന്ന ആധുനിക യുദ്ധമുഖമാണ്. അവിടെ ഇത്തരം സംവിധാനങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ്. തടസ്സമില്ലാത്ത സൈനിക പ്രതികരണം സാധ്യമാക്കുന്ന തരത്തിലൊരു ഫ്ലൈയിങ് കമാൻഡ് ആൻഡ് കൺട്രോൾ ഹബ്ബായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ വ്യോമ പ്രതിരോധം ഇപ്പോൾ പാകിസ്ഥാന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഫലമാണ് രണ്ടാമത്തെ രാത്രി കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അനുഭവിച്ചത്. മറ്റു രാജ്യങ്ങളുടെയും വേൾഡ് ബാങ്കിന്റെയും ഒക്കെ സഹായം കൊണ്ട് മാത്രം അന്നന്നത്തെ കാര്യങ്ങൾ തട്ടിമുട്ടി പോകുന്ന ഒരു ദരിദ്ര രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാന് കോടികൾ മുടക്കി ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണ സംവിധാനം സംഘടിപ്പിക്കാൻ അടുത്ത കാലത്തെങ്ങും സാധിക്കുകയുമില്ല. ഇവിടെ പാകിസ്ഥാനോട് ചോദിക്കാൻ ഉചിതമായ ഒരു പഴയ മലയാളം പാട്ടുണ്ട്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട. മര്യാദയ്ക്ക് ഇരുന്നുവെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ? ഒന്നാമതേ ദരിദ്ര രാജ്യമാണ്. ദരിദ്രത്തിലേക്ക് പല കാര്യങ്ങൾ കൊണ്ട് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പൗരന്മാരുടെ ഒരു കാര്യങ്ങളും വേണ്ട വിധത്തിൽ സംരക്ഷിക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ല. ആ സമയത്ത് ഉള്ളതും കൂടി നഷ്ടമാവുക എന്ന് പറയുമ്പോൾ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറയാം. മിണ്ടാതിരുന്നെങ്കിൽ ഇന്ത്യയായിട്ട് അങ്ങോട്ട് ചെന്ന് ഒന്നും ചെയ്യുമായിരുന്നില്ല എന്നതും ഉറപ്പ്. എന്തായാലും പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരേ സമയം ഇന്ത്യക്ക് കരുത്തും അഭിമാനവുമാവുകയാണ്. 15 നഗരങ്ങളെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. ഈ ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കരുത്തായത് അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. ഇന്ത്യ നാളുകൾ കൊണ്ട് സ്വരുക്കൂട്ടിയ പ്രതിരോധ ശക്തി തന്നെയാണ് പാകിസ്ഥാനെതിരെ സധൈര്യം നിലയുറപ്പിക്കാൻ സേനകൾക്ക് കരുത്തായത്. പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ ചെറുക്കാൻ ഇന്ത്യ ഉപയോഗിച്ച ആയുധങ്ങൾ ഒറ്റനോട്ടത്തിൽ പറയാം. L-70 തോക്കുകൾ. ബൊഫോഴ്സ് ആണ് L-70 തോക്കുകൾ വികസിപ്പിച്ചെടുത്തത്. താഴ്ന്നു പറക്കുന്ന വ്യോമ ഭീഷണികൾ നേരിടാനുള്ള 40 mm വിമാനവേധ തോക്കാണിത്. റഡാർ, ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകൾ, ഓട്ടോ ട്രാക്കിംഗ് സെൻസറുകൾ, ഇതൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ്. 4000 മീറ്റർ വരെ ദൂരമുള്ള ലക്ഷ്യം ഭേദിക്കും. മിനിറ്റിൽ 240 മുതൽ 330 റൗണ്ട് വരെ ഇതിന് വെടിയുതിർക്കാൻ സാധിക്കും. ZU-23 mm സോവിയറ്റ് യൂണിയൻ രൂപകൽപ്പന ചെയ്ത ഇരട്ട ബാരൽ ഓട്ടോ പീരങ്കി. ഇത് താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെയും ഡ്രോണുകളെയും നേരിടാനാണ് ഉപയോഗിക്കുന്നത്. മിനിറ്റിൽ 2000 റൗണ്ട് വരെ വെടിയുതിർക്കാൻ സാധിക്കും. 2.2 കിലോമീറ്റർ വരെയുള്ള വ്യോമ ഭീഷണികളെ ഉന്നമിട്ട് തകർക്കും. ഇനി ഷിൽക്ക 423 mm ഓട്ടോ പീരങ്കികൾ ഘടിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണിത്. റഡാർ ഗൈഡഡ് ടാർഗറ്റിംഗ് സംവിധാനമുള്ള ഇവ 20 കിലോമീറ്റർ വരെയുള്ള ഭീഷണികളെ ചാമ്പലാക്കും. ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ, താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ എന്നിവയ്ക്കെതിരെ ഇത് ഫലപ്രദമാണ്. ഇതിനൊപ്പം അമേരിക്ക രൂപകൽപ്പന ചെയ്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യ ഉപയോഗിച്ചിരുന്നു. ഡ്രോണുകൾ കണ്ടെത്താൻ മാത്രമല്ല, കണ്ടെത്തിയാൽ അതിനെ നിർവീര്യമാക്കാനുള്ള സംവിധാനം, ഒബ്ജക്ട് ഡിറ്റക്ഷൻ യൂണിറ്റുകൾ, റാഡർ ട്രാക്കറുകൾ, കൈനറ്റിക് ഇന്റർസെപ്റ്റർ തുടങ്ങി പലതരം അത്യന്താധുനിക ഉപകരണങ്ങളും ഇന്ത്യൻ സേനയ്ക്ക് കരുത്തേകിയതാണ്. എന്തായാലും ഇന്ത്യ തുടക്കം മുതലേ പറഞ്ഞിരുന്നു, ഇങ്ങോട്ട് വന്ന് ആക്രമിക്കാൻ നിൽക്കണ്ട, അടങ്ങാൻ പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടില്ല എന്ന് താക്കീത് നൽകിയതാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ പാകിസ്ഥാൻ മുന്നോട്ട് പോയി. ഇനി എന്താണ് ചെയ്യുക? പാകിസ്ഥാൻ അനുഭവിക്കുക തന്നെ. പക്ഷേ ആ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഇതുപോലെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഇരുകൂട്ടർക്കും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇടപെട്ട് യുദ്ധം വളരെ സങ്കീർണമാക്കണ്ട എന്നുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ ഒരിക്കലും ഇന്ത്യ പോലൊരു രാജ്യത്തിന്, ഇത്തരത്തിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സഹിഷ്ണുത ഇല്ലാത്ത അല്ലെങ്കിൽ സഹിഷ്ണുത കെടുത്തുന്ന പെരുമാറ്റത്തിന് ചെവി കൊടുക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അതുതന്നെയാണ് ഇന്ത്യൻ നേതാക്കന്മാർ, ഭാരതത്തിലെ നേതാക്കന്മാർ
ഇത്തരത്തിലൊരു മറുപടി കൊടുക്കാൻ മുന്നോട്ട് പോയത്. കാരണം പൊലിഞ്ഞുപോയ 26 ജീവനുകൾ അത് നിരപരാധികളുടേത് മാത്രമായിരുന്നു. നമ്മൾ ആരുടെയും മുന്നിൽ ഭീകരവാദ പ്രവർത്തനമോ മറ്റൊന്നും ചെയ്യാൻ പോയ ഒരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചടിക്ക്, ആ ഒരു ആക്രമണത്തിന് മറു ആക്രമണം കൊടുക്കണം എന്നുള്ളത് ഇന്ത്യയുടെ വാശി തന്നെയായിരുന്നു. ആ വാശിയാണ് ഇന്ത്യ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.